എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റീയൂസ് ഐഡിയാസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഉണങ്ങിയിട്ടുള്ള ഓല വെച്ചിട്ടുള്ള 2 ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഓല കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഓല വെച്ചിട്ടുള്ള റീയൂസ്. അപ്പോൾ അത് ഞാൻ ചെയ്യാണ്ടായപ്പോൾ ഇപ്പോൾ നിർത്തിയെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാവരും ചോദിക്കുമ്പോഴേ എല്ലാം കൂടെ ഒന്നിച്ചും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ പതുക്കെയാണ് ഓരോന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ ചോദിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ട് ആവട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ 2 ഐഡിയാസ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ അധികം ഉണങ്ങി ഇങ്ങനെ നശിച്ചു പോവാത്ത രീതിയിലുള്ളത് ഉണ്ടാവില്ല, ഇങ്ങനെ ഉണങ്ങി തുടങ്ങുന്നത്, അങ്ങനത്തെ ഓലയുടെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് തുമ്പ് ഭാഗമല്ലേ, അതാണ്. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പച്ചോല വെട്ടിയിട്ടപ്പോൾ അതിങ്ങനെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നല്ല ഭാഗം നോക്കിയിട്ട് ആ ഈർക്കിളിയും ഓലയും കൂടിയിട്ടുള്ള ഭാഗം കുറച്ചൊന്ന് നല്ല ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ ഒരേ നീളത്തിൽ വേണമെന്നില്ല കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള നീളത്തിൽ നമുക്ക് നല്ല ഓലകൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് കേടാവാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഫെവിക്കോളിന് 1 ടീസ്പൂൺ വെള്ളം എന്നുള്ള അളവിൽ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കൈ വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രഷ് വെച്ച് ആക്കാൻ ബുദ്ധിമുട്ടാണ്, കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് തേച്ചിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വിട്ടു പോരാണ്ടിരിക്കും. അപ്പോൾ അതേ നമ്മുടെ സ്റ്റിക്കുകളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു ചെറിയ പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര പെട്ടെന്ന് ഇതിങ്ങനെ ഈർക്കിളിൽ നിന്ന് വിട്ട് പോരുകയോ കേടാവുകയൊന്നും ചെയ്യില്ല. ഇനി ഞാൻ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കളർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തില്ലേ, ഇതിൻ്റെ ആ ഒരു ബാക്കി വരുന്ന ആ തുമ്പോലേൻ്റെ പീസില്ലേ, അതിനും ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ അത് അത്ര നീറ്റായിട്ടല്ല ഞാനത് കട്ട് ചെയ്തത്. അങ്ങനെ ആദ്യം തോന്നിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് കളർ ചെയ്യട്ടെ. ഞാൻ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ റെഡ് ഇങ്ങനെയുള്ള 3 കളേഴ്സാണ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ നേരത്തെ എടുത്ത ആ ഒരു തുമ്പോലേൻ്റെ പീസിന് നമ്മൾ ബ്ലാക്ക് കളറും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസുകളൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് വേഗം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇനി നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഇത് ചിലത് വലുതാണ്, ചിലത് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ സ്പ്രേ കുപ്പീൻ്റെ ഒരു മൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ തന്നെയുള്ള സ്പ്രേ കുപ്പിയുടെ മൂടിയോ എന്തെങ്കിലും ചെറിയൊരു മൂടി പോലത്തെ സംഭവം എടുക്കുക. എന്നിട്ട് ഭംഗിയുള്ളതാണെങ്കിൽ പിന്നെ പെയിൻറ്റ് ചെയ്യണ്ട. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഞാൻ വേറെ പെയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ത്രെഡ് ചുറ്റിയെടുക്കാം, ചെറിയൊരു മൂടി എടുത്തിട്ട്. ഇതിപ്പോൾ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി നമുക്ക് ആ ഒരു മൂടിയിൽ കറക്റ്റായിട്ട് ഫിറ്റാക്കാം കേട്ടോ. എൻ്റെ ഈ ഒരു സ്റ്റിക്കുകൾ കറക്റ്റ് ഈ ഒരു മൂടിയിലിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊടുമ്പോൾ ചെറുതായിട്ട് പെയിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇതിൻ്റെ ആ ഒരു വേസ് ഭംഗിയാക്കാൻ ഞാൻ ചെറുതായിട്ടൊന്ന് ലേസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചാലും ഒട്ടിക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് ചെറിയ 1-2 ഡോട്ട്സും വൈറ്റും പിന്നെ റെഡും വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഫ്ലവേഴ്സിനേക്കാളും ഇതുപോലുള്ള സ്റ്റിക്കുകളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ സ്റ്റിക്കുകളൊക്കെ നിങ്ങൾക്ക് വില ചോദിച്ചാൽ അറിയാൻ പറ്റും, നല്ല വിലയാണ് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള മറ്റൊരു ഐഡിയ നോക്കാം. ഇത് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓലേൻ്റെ പീസാണ്. ഇതിലൊട്ടിക്കാൻ ഞാനിപ്പോൾ ഇതുപോലത്തെ മച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മച്ചിങ്ങ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ തെങ്ങിൽ നിന്ന് തേങ്ങേൻ്റെ ചെറുത് താഴെ വീഴുന്നത് നിങ്ങൾ മച്ചിങ്ങ തന്നെയാണ് പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ഒന്നിങ്ങനെ ഇതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ നമുക്ക് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ പതുക്കെ സൂക്ഷിച്ച് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും. അപ്പോൾ അത് നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്രാഫ്റ്റൊക്കെ ഉണ്ട്, ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ സ്റ്റിക്ക് ചെയ്യാണ്.
അപ്പോൾ ഇതിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഇതിൽ ഷേപ്പില്ലാതെ നിൽക്കുന്ന ഓലേൻ്റെ പീസുകളൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇടവിട്ടിട്ടൊക്കെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ലീഫിനും ഇതുപോലെ ഗോൾഡൻ കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ തന്നെ ലീഫിനും കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഈസി അല്ലേ. അപ്പോൾ നമുക്കിത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്കിതൊരു വാൾ ഡെക്കറായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു വേസ് പോലെ പേപ്പർ കപ്പ് കൊണ്ട് ചെയ്തതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പേപ്പർ കപ്പിൻ്റെ ഐഡിയയിൽ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരത് കണ്ടാൽ മതി. പേപ്പർ കപ്പിനെ പകുതിയാക്കിയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബ്ലാക്ക് ലേസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇതിന് മാച്ചാക്കി വെക്കുന്നുണ്ട്. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് പൊളിഞ്ഞ് വീഴുന്നു എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ടേപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് വില കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. ഇനി ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഈ ഒരു ബീഡ്സിനൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിയും. കുറച്ചും കൂടെ ഡെക്കറേഷൻസ് ഇഷ്ടമുള്ളവർക്ക് ഇനിയും ചെയ്യാം. പിന്നെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതിന് ഷേപ്പില്ലാണ്ട് നിൽക്കുന്ന ചില പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു വാൾ ഡെക്കറും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വാളിൽ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇത് ഓല വെച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ചെരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടെ നേരെ വേണമെങ്കിൽ അങ്ങനെയോ ഒട്ടിക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചെരിച്ചിട്ട് ഒട്ടിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉണങ്ങിയിട്ടുള്ള ഓല വെച്ചിട്ട് ചെയ്ത 2 ഐഡിയാസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ എൻ്റെ മോളുടെ ചാനലാണ്, റിഡിൽസിൻ്റെ ചാനൽ ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന. അപ്പോൾ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ അവളെ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മതി. അതുപോലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരണമെങ്കിൽ ഫേസ്ബുക്കിൽ അയച്ചു തന്നാൽ മതി. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയയും അതുപോലെ തന്നെ പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള ഐഡിയയും കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അത്, അതുകൊണ്ട് പറഞ്ഞതാണ്. നോട്ടിഫിക്കേഷൻ കിട്ടാതെ കാണാതിരിക്കുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.